കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ തെറ്റായ പ്രചരണങ്ങളിലൂടെ തളർത്താൻ ശ്രമിക്കുമ്പോൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇതിന് ശേഷം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയാണ്. ഇതിനുശേഷം നമ്മളൊക്കെ പോകുന്നത് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മാത്രമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കേരളത്തിൽ സ്ഥാപിക്കുന്നു. അത് കോഴിക്കോടാണ് സ്ഥാപിക്കുന്നത്. ഇവിടെ ഏതാനും തൊട്ടടുത്താണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട CM. ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞത് ഇതിന് തൊട്ട് മുൻപുള്ളൊരു ഉദാഹരണം എന്റെ മനസ്സിലേക്ക് ഇവിടെ ഇരുന്നപ്പോൾ വന്നതുകൊണ്ടാണ്, അതുകൊണ്ടുകൂടിയാണ്. അതായത് ഇപ്പൊ തൊട്ടടുത്ത് ഒരു ആരോഗ്യ കേന്ദ്രത്തിനെതിരെ തെറ്റായിട്ടുള്ള പ്രചരണം, ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ നൽകാൻ കഴിയുന്ന ചികിത്സ അവിടെ നൽകി, പക്ഷേ തെറ്റായ പ്രചരണം, ആരോഗ്യ പ്രവർത്തകർക്കെതിരെ പ്രതിഷേധം, ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധം. എന്താ സംഭവിച്ചതെന്നറിയാമോ? 3 ഡോക്ടേഴ്സ് അവിടുന്ന് രാജിവെച്ചു. അപ്പൊ അവിടുത്തെ രാത്രി കാലത്തിലുള്ള സേവനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആർക്കാണ് ഗുണം ചെയ്യുക? ഇത് സ്വകാര്യ മേഖലയ്ക്ക് ഗുണം ചെയ്യും. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ, ചികിത്സാ സംവിധാനങ്ങളിൽ, പൊതുജനാരോഗ്യ മേഖലയിൽ, ആരോഗ്യ സൂചകങ്ങളിൽ, ഇതിലെല്ലാം തന്നെ നാം കൂട്ടായി സൃഷ്ടിച്ച, കൂട്ടായി രൂപപ്പെടുത്തിയ, കൂട്ടായി സാധ്യമാക്കിയ വികസനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായ കെട്ടിടങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ ആദ്യമായവയാണ് ഉള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ബഹുമാനപ്പെട്ട MLA സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു, കൃത്യമായി പറഞ്ഞാൽ 98 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിമനോഹരമായി പൂർത്തീകരിച്ച ഈ കെട്ടിടം, നമ്മുടെ ഡെന്റൽ കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ചികിത്സാ മേഖലയിൽ എത്ര വലിയ മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ആരോഗ്യ സൂചകങ്ങളിൽ നമുക്കറിയാം, നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, സാർവത്രിക വിദ്യാഭ്യാസ നിയമം, ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ മാറ്റം വിദ്യാഭ്യാസ അവകാശം ആക്കി എല്ലാവർക്കും വിദ്യാഭ്യാസം സാധ്യമാക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹികമായി നാം നേടിയ മുന്നേറ്റങ്ങളും രൂപപ്പെട്ട ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ശിശുമരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവാണ് എന്നുള്ളത് മാത്രമല്ല, വികസിത രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ ഹെൽത്ത് ഇൻഡസ്ട്രീസിനേക്കാൾ, ഇൻഫന്റ് മോർട്ടാലിറ്റിയേക്കാൾ അവിടെ 5.6 ആണെങ്കിൽ കേരളത്തിന്റെ 5 ആണ്. നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. നിയോനേറ്റൽ മോർട്ടാലിറ്റി 4 താഴെയാണ് കേരളത്തിൽ. മെറ്റേണൽ മോർട്ടാലിറ്റി രാജ്യത്തെ ഏറ്റവും കുറവാണ്. അപ്പോ ഈ നിലയിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. എന്തിനാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ? കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ ലാബ് സൗകര്യമുണ്ട്. നമുക്കൊരു രോഗം ഉണ്ടായാൽ അവിടുത്തെ ഡോക്ടറെ പോയി കാണാം. നമ്മൾ പെട്ടെന്നുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പക്ഷാഘാതം ഉൾപ്പെടെയുള്ള രോഗങ്ങളല്ലാതെയുള്ള രോഗങ്ങൾ ഉണ്ട്, അല്ലാതെ പനി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ പ്രാഥമികമായി നമ്മൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയി ഡോക്ടറെ കാണാം. അവിടെ ചെല്ലുമ്പോൾ എന്താണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്? നമ്മൾ പഴയ മുൻപ് ചികിത്സിച്ച രേഖകളൊന്നും കൊണ്ടുപോകണ്ട. നമ്മൾ UHID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡേറ്റയാണ്. അവിടെ ലാബ് സൗകര്യമുണ്ട്. ഇനി ആ ലാബുകളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിർണയ എന്ന അതിവിപുലമായ ശൃംഖലയിലൂടെ കേരളത്തിലെ 1200 സർക്കാർ ലാബുകളെ ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ ബന്ധിപ്പിച്ചുകൊണ്ട്
നമ്മുടെ തൊട്ടടുത്തുള്ള ലാബിൽ പരിശോധിച്ചാൽ അവിടെ പരിശോധിക്കാൻ നടത്താൻ കഴിയാത്ത ടെസ്റ്റുകൾ ഉയർന്ന ലാബിൽ പോയി നടത്തിയിട്ട് റിസൾട്ട് നമ്മുടെ ഫോണിൽ കിട്ടും. എന്താണ് ഗുണം? വലിയ ചെലവ് കൊടുത്ത് മറ്റ് സ്വകാര്യ ലാബുകളിലേക്ക് പോകേണ്ട, യാത്രാ ചെലവില്ല, അങ്ങനെയുള്ള ദുരിതങ്ങൾ ഒഴിവാകുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത തലത്തിലേക്ക് വന്നാൽ നമ്മുടെ താലൂക്ക്, ഡിസ്ട്രിക്ട്, ജനറൽ ഹോസ്പിറ്റൽസ്, ആ തലത്തിൽ നേരത്തെ 12 ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത്. ഇന്ന് 125 ആശുപത്രികളിൽ ഡയാലിസിസ് ഉണ്ട്. എന്താണ് ഗുണം? പൊതുസമൂഹത്തിൽ ഉണ്ടാവുന്ന ഗുണം എന്താണ്? ഒരു ഡയാലിസിസിന് 1500 രൂപയാണ് സ്വകാര്യ മേഖലയിൽ മിനിമം. 1500 മുതൽ 2000. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്താൽ 4500 രൂപ. ഒരു മാസം ചെയ്താൽ 18000 രൂപ. ഈ 18000 രൂപ എവിടെ നിന്ന് കണ്ടെത്തും? സർക്കാർ സ്കീമുകളിലൂടെ 125. നമ്മളിപ്പോ ഇവിടെ കൂടുമ്പോ ഇന്ന് കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം 3000 ആളുകൾക്ക് ഡയാലിസിസ് നൽകപ്പെടുന്നുണ്ട്. 3000 ആളുകൾക്ക്. അപ്പൊ സർക്കാർ സ്കീമുകളിലൂടെ, കാരുണ്യയിലൂടെ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ അത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആ വ്യക്തികളും കുടുംബങ്ങളും മാറപ്പെടുകയാണ്. സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് തലം മുതൽ ആരംഭിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. നേത്ര അന്ധത മാറ്റുന്നതിന് നേത്ര പടലം അത് മാറ്റി, കോർണിയ മാറ്റി. ആ സുഖം വളരെ വിജയകരമായിരുന്നു. വീട്ടിലേക്ക് ആ പേഷ്യന്റ് പോവുകയുണ്ടായി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 9ാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാൻ പോവുകയാണ്, ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഹോസ്പിറ്റലിൽ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹാർട്ട് മാറ്റിവെച്ചു. 30 ദിവസം ആ പെൺകുട്ടി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ്. മുഴുവൻ സപ്പോർട്ടിംഗ് മെഷീൻസും മാറ്റി അവൾ ആഹാരം കഴിച്ചു, അവൾ പുസ്തകങ്ങൾ വായിച്ചു. ഡോക്ടേഴ്സിനോട് പിറ്റേ ദിവസം പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്ന് ആ പെൺകുട്ടി, 21 വയസ്സുള്ള മകൾ പറഞ്ഞ് അങ്ങനെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് അവൾ നിർഭാഗ്യകരമായിട്ടുള്ളൊരു ഇതുണ്ടായത്. 30 ദിവസം കഴിഞ്ഞിട്ട് 32ാമത്തെ ദിവസം ആണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ജില്ലാ ആശുപത്രികളിൽ സാധ്യമാകുന്നു. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഈ ദിവസങ്ങളിൽ വന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പറയാനുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സ്ഥാപനമാണ്. 1500-ലധികം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. എന്താണ് വാർത്തകൾ വരുന്നത്? നമ്മളൊന്ന് നോക്കിക്കുക, അതും ഇതും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. എന്താണ് നമ്മുടെ മുന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച്? നമ്മളല്ല കേട്ടോ, അല്ലാതെ ഒരു സമൂഹം, അല്ലെ കുറച്ച് ആളുകൾ. പക്ഷെ ഇത് തെറ്റാണെന്ന് കരുതുന്ന, ഇന്ന മാധ്യമമാണോ, ഇന്ന അങ്ങനെയാണ്, തെറ്റാണ് എന്ന് കരുതുന്ന വലിയ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും. പക്ഷെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന സ്ഥാപനം ഏത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കമ്മ്യൂണിറ്റിക്ക് അഭിമാനിക്കാം, കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഇനി നമ്മുടെ ശ്രുതിതരംഗം പദ്ധതിയിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ഏറ്റവും കൂടുതൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. വേൾഡ് ഹിയറിംഗ് ഫോറത്തിൽ നമുക്ക് അംഗത്വം കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ നേട്ടത്തെ അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി.